ഹലോ എവരിവൺ, വെൽക്കം ടോക്ക് ടി വി. ഇന്നത്തെ മെയിൻ ന്യൂസുകൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഡുക്കാറ്റിയുടെ ഹൈപ്പർ മോട്ടോറാഡ് 698 മോണോ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തു. കുറച്ച് ദിവസം മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന് കുറച്ച് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തതാണ്. എന്തായാലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ സ്പെക്ക്, അതിന്റെ സ്പെസിഫിക്കേഷൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഒന്നും തന്നെ പറയുന്നില്ല. എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസിങ് മാത്രമാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 16.50 lakh rupees ആണ്. ഏകദേശം 17 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. പ്രൈസിന്റെ കാര്യത്തിലാണ് എനിക്ക് വളരെയധികം ഒരു ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ളത്. കാരണം പ്രൈസ് കുറച്ച് ഹെവിയാണ്. ഒരു 10 ലക്ഷം രൂപയൊക്കെ ഷോറൂം പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇതിപ്പോ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡുക്കാറ്റി ഈ ഒരു ഹൈപ്പർ മോട്ടോറാഡ് 698 സൂപ്പർ മോണോ അല്ലെങ്കിൽ മോണോ എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ള കാര്യം, എക്സ്പെഷ്യലി പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് അപ്രിലിയയുടെ RS457 ഒരു റേസിംഗ് എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രോഫിയോ എന്നാണ് ആ ഒരു റേസിംഗ് കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റേസിംഗ് കിറ്റ് ആണ്. റേസിംഗ് മോഡൽ അല്ല, റേസിംഗ് കിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി റേസിംഗ് കിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ SC പ്രൊജക്ടിന്റെ ഒരു എക്സോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ സ്പ്രിന്റ് റേസിംഗിന്റെ എയർ ഫിൽറ്റർ, റേസിംഗ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്, ECU തന്നെ റേസിംഗ് ECU ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു കിറ്റിനൊപ്പം. പിന്നെ പ്ലാസ്റ്റിക് ബൈക്ക് ഫയറിംഗ് കിറ്റ്, ഫൈബർ ഗ്ലാസിന്റെ ടാങ്ക് കവർ, പിന്നെ ഫൈബർ ഗ്ലാസ് ടാങ്ക് കവർ, പിന്നെ ടെയിൽ സെക്ഷനിൽ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ജെറ്റ് പ്രൈം റേസിംഗിന് സ്വിച്ചസ് ആൻഡ് ബട്ടൺസ്, പിന്നെ പിറ്റ് ലിമിറ്റർ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു റേസിംഗ് മെഷീൻ പോലെ തന്നെയാണ് ഈ ഒരു റേസിംഗ് കിറ്റ് എന്ന് പറയുന്ന കാര്യം അപ്രിലിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും അപ്രിലിലെ RS457 എന്ന് പറയുന്നത് അവരുടെ ബിഗ്ഗസ്റ്റ് പ്രൊജക്ട് ആണ്. ഇന്ത്യയിൽ വലിയൊരു മാർക്കറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുള്ളത്, അപ്രിലിലെ ചിലപ്പോൾ വൺ ബൈക്ക് റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാർക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ അപ്രിലിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടി ഇന്ത്യൻ റേസിംഗിലേക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസിനെ കുറിച്ച് ചെറിയൊരു റൂമറും കാര്യങ്ങളൊക്കെ കേട്ടു. എന്തായാലും റേസേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തോ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എന്തായാലും നെക്സ്റ്റ് ഇയർ ആണ് തുടങ്ങാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളൂ. ഇനി അടുത്ത ന്യൂസ്, റോയൽ എൻഫീൽഡിന്റെ ഒരു ഇലക്ട്രിക് ബൈക്ക് വരുന്നുണ്ട്. ഓൾറെഡി നമുക്കറിയാം ഇലക്ട്രിക് ബൈക്കിന്റെ കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ അവർ ചെറിയൊരു സൂചനയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഇലക്ട്രിക് ബൈക്കിന്റെ ഡിസൈൻ റിവീൽ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം കുറെ നാളുകൾക്ക് മുൻപ് റിവീൽ ചെയ്തിട്ടുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും അവര് കാണിച്ചിരിക്കുന്നത്. പക്ക ഒരു വിന്റേജ് ലുക്കുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ ആണ് അവരുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രേഡർ ഫോക്ക് എന്ന് പറയും. പണ്ട് നമ്മുടെ രാജ്ദൂതിലൊക്കെ ഉണ്ടായിരുന്ന വിന്റേജ് മോട്ടോർ സൈക്കിളിലേക്ക് ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ഒരു ഫ്രണ്ട് ഫോക്ക് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു വിന്റേജ് ലുക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം റോയൽ എൻഫീൽഡ് ആണ് ബ്രാൻഡ്. വിന്റേജ് ക്ലാസിക്കിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ പോലും അവർ ആ ഒരു ഇമ്പോർട്ടൻസിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ലാർജർ ആയിട്ടുള്ള ബാറ്ററി പാക്ക്, അലുമിനിയം സ്വിംഗ് ആം, ബെൽറ്റ് ഡ്രൈവ്, പിന്നെ ഒഫീഷ്യൽ നെയിം ഇതുവരെയായിട്ടും കൺഫേം ചെയ്തിട്ടില്ല. ഈ പ്രൊജക്ട് നെയിം എന്ന് പറയുന്നത് ഇലക്ട്രിക് 01 എന്നാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡ് വരാൻ പോകുന്ന ഇലക്ട്രിക് മോഡൽ എന്ന് പറയുന്നത്. 2025 ആകുമ്പോഴേക്കും അത് ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത കാര്യം, റോയൽ എൻഫീൽഡ് ഗൊറില്ല ഈ വരാൻ പോകുന്ന ജൂലൈ 17 ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ കളറൊക്കെ അടങ്ങിയിട്ടുള്ള കുറച്ച് സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്. TV സീരിയൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ സ്പൈ ഷോട്ടാണെന്ന് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ ആ ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇമേജസ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് 650 എന്ന് പറയുന്ന 650cc ബേസ് ചെയ്തിട്ടുള്ള ബുള്ളറ്റും വരുന്നുണ്ട്. അതിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീയിങ് നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.